നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ഉപാസനയുടെ രാമായണ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കർക്കിടമാസമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം രാമായണത്തിനാണ്. രാമായണത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല വിധത്തിലുള്ള സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല രീതിയിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ രാമനായി അവതരിച്ച് തൻ്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കിയതിനു ശേഷം സ്വർഗാരോഹണം ചെയ്തു. ഈ സ്വർഗാരോഹണത്തിന് ശേഷമാണ് രാമായണ രചനകൾ അത്രയും നടന്നത് എന്ന ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ വാൽമീകി മഹർഷി രാമൻ്റെ സമകാലീന കാലഘട്ടത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ്. രാമായണത്തിൽ തന്നെ രാമൻ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് വരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി വേറെ ചില ആളുകൾ പറയുന്നത് വാൽമീകി മഹർഷിയും ആദികവി വാൽമീകിയും രണ്ട് വ്യക്തികളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആധികാരികത കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ രൂപങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഉപാസനയുടെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്താൻ സാധ്യമല്ല. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഗുരുജനങ്ങളിൽ നിന്ന്, അച്ഛനമ്മമാരിൽ നിന്ന്, സജ്ജനങ്ങളിൽ നിന്ന് കേട്ടതും അറിഞ്ഞതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വളരെ രസകരമായ ഒരു ഉൽപ്പത്തി കഥയെക്കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. വാൽമീകി മഹർഷി രത്നാകരനിൽ നിന്ന് വാൽമീകിയായി പരിണമിച്ചു. അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ വളരെ കാലം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഒരു ദിവസം നാരദ മഹർഷി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വരുന്നത്. നാരദ മഹർഷിയെ യഥാവിധം പൂജിച്ച് സ്വീകരിച്ചു. അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം നാരദ മഹർഷിയും വാൽമീകി മഹർഷിയും കൂടി സംഭാഷണത്തിന് ഇരിക്കുകയാണ്. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും അറിയിക്കാനുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാൽമീകി മഹർഷി ചോദിക്കുന്നത് നാരദ മഹർഷിയോട്, അങ്ങ് ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്ന വ്യക്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ഏറ്റവും മര്യാദാ പുരുഷോത്തമനായ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങേക്ക് അറിവുണ്ടായിരിക്കും. ആരാണ് ആ വ്യക്തി? ഈ ലോകത്തിലെ ഏറ്റവും വീര്യബല വേഗങ്ങളുള്ള സൽസ്വഭാവിയായ ധർമ്മിഷ്ഠനായ ഈശ്വര തുല്യനായ ആ സൽപുരുഷൻ, ആ മഹാപുരുഷൻ ആരാണ്? അങ്ങേക്ക് അറിവുള്ളത് എനിക്ക് പറഞ്ഞു തന്നാലുമെന്ന് നാരദ മഹർഷിയോട് അഭ്യർത്ഥിക്കുകയാണ്. നാരദ മഹർഷിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ഒരു സാഹചര്യം തന്നെയില്ല. ഭഗവാൻ ശ്രീമൻ നാരായണന്റെ അവതാരമായ ശ്രീരാമചന്ദ്രനെ കുറിച്ച്, ശ്രീരാമചന്ദ്രന്റെ ജീവിത കഥകൾ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. രാമകഥ നാരദ മഹർഷിയിൽ നിന്ന് കേട്ടതോടുകൂടി വാൽമീകിയുടെ ജീവ അവസ്ഥ തന്നെ മാറുകയാണ്. അദ്ദേഹം ലോകത്തെ കണ്ടിരുന്ന കാഴ്ചപ്പാട് തന്നെ മാറി. രാമമന്ത്രത്തിൻ്റെ, രാമകഥയുടെ മാഹാത്മ്യമാണത്. ഈ ലോകത്തിലെ ഏറ്റവും നികൃഷ്ടനായ വ്യക്തിയാണെങ്കിലും രാമകഥ ആസ്വദിച്ചാൽ, രാമകഥയെക്കുറിച്ച് അറിഞ്ഞാൽ, ശ്രീരാമചന്ദ്രനെക്കുറിച്ച് അറിഞ്ഞാൽ ആ വ്യക്തി ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതിയിലേക്ക്, ഏറ്റവും ഉന്നതനായി പരിണമിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതാണ് നമുക്ക് വാൽമീകി മഹർഷിയിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രാമകഥ മുഴുവൻ ശ്രമിച്ചതോടുകൂടി വാൽമീകി മഹർഷി മറ്റൊരു വ്യക്തിയായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും എല്ലാം മാറി. അദ്ദേഹം കൂടുതൽ
ഔന്നത്യത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് നാരദ മഹർഷി അവിടുന്ന് യാത്രയായി. കാലങ്ങൾ പിന്നെയും മുന്നോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ വാൽമീകി മഹർഷി തൻ്റെ ശിഷ്യന്മാരോടൊത്ത് തമസാ നദിയിലേക്ക് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. കൊടുംവനത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആശ്രമ പരിസരമാണ്. അതുകൊണ്ട് തന്നെ വന്യത ഉണ്ടെങ്കിലും വളരെ പാവനമാണ് ആശ്രമാന്തരീക്ഷവും ആ വനവും. മൃഗങ്ങളും പക്ഷികളും എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അങ്ങനെ അദ്ദേഹവും ശിഷ്യന്മാരും ഈ നദിക്കരയിലേക്ക് നടക്കുമ്പോഴാണ് മരക്കൊമ്പിൽ ക്രൗഞ്ച മിഥുനങ്ങൾ ഇരുന്ന് സല്ലപിക്കുന്നത് കാണുന്നത്. മഹർഷിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം അത് കുറച്ചു നേരം നോക്കി നിന്നു. അപ്പോഴാണ് എങ്ങു നിന്നോ ഒരു ശരം പാഞ്ഞു വന്ന് ആ ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ, അതിലെ ആൺകിളിയുടെ ദേഹത്ത് വന്ന് തറയ്ക്കുകയാണ്. അങ്ങനെ അമ്പ് കൊണ്ട് ആൺകിളി താഴെ വീണു. പെട്ടെന്ന് വാൽമീകി മഹർഷിയുടെ ഹൃദയം പിടഞ്ഞു. അദ്ദേഹം ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. സങ്കടം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലയടിച്ചു. അമ്പുകൊണ്ട ആൺകിളി അവിടെ പിടഞ്ഞു മരിച്ചു. അപ്പോഴേക്കും ഒരു വേടൻ ഓടി വന്ന് ആ കിളിയിനെ എടുത്ത് യാത്രയാവുകയാണ്. ഈ ആൺകിളിയുടെ ദൈന്യതയും ആ പെൺകിളിയുടെ വിലാപവും കണ്ടതോടുകൂടി വാൽമീകി മഹർഷിയുടെ സ്വസ്ഥത ആകെ നശിച്ചു. അദ്ദേഹം ഭയങ്കര അധികം ശോകാതുരനായി. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ശോകം പുറത്തേക്കൊരു ശ്ലോകമായിട്ട് ഒഴുകുകയാണ്. ആ ശ്ലോകം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിവിടെ വീണ്ടും ഉദ്ധരിക്കുന്നില്ല. ആ ശ്ലോകം തുടങ്ങുന്നത് മാ നിഷാദ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ നിന്ന് ചില അരുതുകൾ പുറപ്പെടുകയാണ്. അരുത് കാട്ടാള. അങ്ങനെയാണെങ്കിൽ കുറെ അരുതുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സനാതന ധർമ്മം നമ്മളെ കുറെ അരുതുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വാൽമീകി മഹർഷിയും ആ കാട്ടാളനോട് പറയാണ് അരുത് കാട്ടാള എന്ന്. കാട്ടാള അവസ്ഥ മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവരോടും കൂടിയുള്ള വാൽമീകി മഹർഷിയുടെ ആജ്ഞയാണത്, അരുത് കാട്ടാള എന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ സങ്കടം ആ ശ്ലോകമായിട്ട് പുറത്തേക്ക് ഒഴുകി. അദ്ദേഹം അത് ചൊല്ലി തീർന്നതും സാക്ഷാൽ ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം വാൽമീകി മഹർഷിയോട് പറഞ്ഞു, ഇപ്പോ അങ്ങ് രചിച്ച ഈ ഒരു ശ്ലോകമുണ്ടല്ലോ, ഈ ഒരു കാവ്യം, ഇത് ബൃഹത്തായ ഒരു കാവ്യ സംസ്കാരത്തിൻ്റെ തുടക്കമാണ്. അങ്ങേക്ക് രാമകഥ നന്നായിട്ടറിയാം. ഇപ്പോ ഈ ശ്ലോകം രചിച്ചതുപോലെ രാമകഥ ഒരു കാവ്യമായിട്ട് അങ്ങ് രചിക്കണം എന്ന് ബ്രഹ്മദേവൻ വാൽമീകി മഹർഷിയെ ഉപദേശിക്കുകയാണ്. സാക്ഷാൽ ബ്രഹ്മദേവന്റെ ഉപദേശമാണ്. ശിരസ വഹിച്ചു വാൽമീകി. താൻ അറിഞ്ഞതും കേട്ടതുമായ രാമകഥ മുഴുവൻ അദ്ദേഹത്തിൽ നിന്ന് കാവ്യമായി, ഒരു കാവ്യ നദിയായി പുറത്തേക്ക് ഒഴുകുകയാണ്. ഏകദേശം 20,000 ശ്ലോകങ്ങളിൽ കൂടി അദ്ദേഹം ആ ഉത്തമ പുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ ജീവിത കഥ ഈ പ്രപഞ്ചത്തിനു വേണ്ടി സമ്മാനിക്കുകയാണ്. അതാണ് രാമായണം. രാമൻ്റെ അയനം, രാമൻ്റെ സഞ്ചാരം. ഓരോ മനുഷ്യനും, സാധാരണക്കാരായ ഓരോ മനുഷ്യനും അവൻ്റെ ധർമ്മമാർഗത്തിൽ കൂടി എങ്ങനെ സഞ്ചരിക്കണം,
എങ്ങനെ ഒരു മര്യാദാ പുരുഷോത്തമനായി മാറണം സ്വജീവിതത്തിൽ എന്ന് വാൽമീകി മഹർഷി രാമായണത്തിൽ കൂടി നമ്മളെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ രാമായണ മാസം ഭക്തി സാന്ദ്രമാകട്ടെ, ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.